അപ്പോൾ ഈ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം കൂടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് പിന്നെ ചെറുകിട കർഷകർക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി കുറച്ചു കാലം മുന്നേ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഇടുന്നതാണ്, നിങ്ങൾക്ക് അവിടെ പോയി കാണാം. അതിൽ ഞാൻ അതല്ല വിഷയം. അതായത് അതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുമോ, ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക, ഈ എമൗണ്ട് അതായത് ഈ ഒരു പൈസ നമുക്ക് പറ്റിക്കലാണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ ഒരു പൈസ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 1.01 കോടി കർഷകർക്ക് ആ ഒരു 2000 രൂപ, അതായത് ഫസ്റ്റ് ഗഡുവായ 2000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കർണാടക, ഉത്തർപ്രദേശ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 14 സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു എമൗണ്ട് അതായത് ക്രെഡിറ്റ് ആയിട്ടുള്ളത്, കർഷകർക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള അതായത് അപ്ലൈ ചെയ്ത ബാക്കിയുള്ള കർഷകർക്ക് ഏകദേശം ഒരു 3 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള എമൗണ്ട് അതായത് ഫസ്റ്റ് ഗഡുവായ 2000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് ഫേക്ക് അല്ല, കാരണം ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. അത് ഇതിനെ അപേക്ഷിച്ചവർക്ക് എന്തായാലും ഒന്ന് ആശ്വസിക്കാം, ആ എമൗണ്ട് ലഭിക്കും എന്നതിൽ നിങ്ങൾക്കൊന്ന് ആശ്വസിക്കാം. അതായത് ഏകദേശം 12 കോടിയോളം കർഷകർക്കാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. 12 കോടിയോളം കർഷകർക്കാണ് ആ എമൗണ്ട് ലഭിക്കുന്നത്. അത് ചെറുകിട നാമമാത്രമായ കർഷകർക്ക് മാത്രമല്ല, 2 ഹെക്ടറിൽ കുറയാത്ത സ്ഥലം ഉള്ള കർഷകർക്ക്, അതായത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്താൽ മതി, തെങ്ങായാലും അങ്ങനെ അതും ഏതെങ്കിലും എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കൃഷി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്താ ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് എന്തായാലും അതായത് ഈ ഒരു ഫോം, അതായത് ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആശ്വസിക്കാം, ആ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. പക്ഷേ 4 ഗഡുവായിട്ടാണ് ലഭിക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 3 ഗഡുവായിട്ടാണ് ലഭിക്കുക എന്നാണ് ഇപ്പോൾ ആ ഒരു ഇൻഫർമേഷനിൽ കിട്ടിയ വിവരം. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ആശ്വസിക്കാം. നിങ്ങളിതൊരു ഫേക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയേണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് 31 നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വരെ ഇത് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങൾക്ക് ഡേറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അപ്ലൈ ചെയ്യേണ്ട ഫോം എങ്ങനെയാണെന്നുള്ള ഞാൻ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സൈൻ